തൻ്റെ പ്രമേഹത്തിന് ഇൻസുലിൻ ഇല്ലാതെ മരുന്ന് കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുമോ, അതോ ഇൻസുലിൻ ഉള്ളിൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം വളരെ സ്വാഭാവികമായി വരാവുന്നതാണ്. നമസ്കാരം, ഡോക്ടർ സാജി ടോക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രമേഹ രോഗം നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധനകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിശോധനയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ പ്രമേഹ രോഗം നിർണ്ണയിക്കുവാൻ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെതായ പല ടെസ്റ്റുകളും നമ്മൾ ഡോക്ടർമാർ പറയാറുണ്ട്, രോഗികൾ ചെയ്യാറുണ്ട്, സ്വയമേ ചെയ്യാറുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അത് കഴിഞ്ഞ് ആഹാരം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷമുള്ള PPBS, പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ, പിന്നെ മറ്റൊന്ന് HbA1c, ആഹാരത്തിന് മുന്നേ ഉള്ളത്, ആഹാരം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷമുള്ളത്, പിന്നെ ഈ HbA1c കഴിഞ്ഞ 3 മാസ കാലയളവിൽ നമ്മൾ നമ്മുടെ പ്രമേഹ രോഗം ഏത് അളവിൽ നമ്മൾ എങ്ങനെ അത് നിയന്ത്രിച്ചിരിക്കുന്നു എന്നറിയുന്ന ഒരു ടെസ്റ്റ് HbA1c. പിന്നെ വളരെ സർവ്വസാധാരണമായി നമ്മൾ ചെയ്തു വരുന്ന റാൻഡം ബ്ലഡ് ഷുഗർ, ഓക്കെ, ഇങ്ങനെയുള്ള ടെസ്റ്റുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, പല രോഗികളും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവൻ്റെ പ്രമേഹത്തിൻ്റെ അളവിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ ഒരു പക്ഷേ വളരെ ക്രമത്തിലായിക്കൊണ്ടിരുന്ന പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ രോഗിക്ക് സ്വയം ഒരു സംശയം തോന്നാറുണ്ട്, ഇതിന് ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ. അത്തരം സംശയങ്ങളുമായി പല രോഗികളും ഡോക്ടർമാരെ സമീപിക്കാറുമുണ്ട്. തൻ്റെ പ്രമേഹത്തിന് ഇൻസുലിൻ ഇല്ലാതെ മരുന്ന് കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുമോ, അതോ ഇൻസുലിൻ ഉള്ളിൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം വളരെ സ്വാഭാവികമായി വരാവുന്നതാണ്. നമുക്കറിയാം, പ്രമേഹം 3 തരത്തിൽ പ്രധാനമായുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ടൈപ്പ് 1 പ്രമേഹം തീർച്ചയായും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലെ ശരീരം തന്നെ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതേയില്ല. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് തീർച്ചയായും നമുക്കൊരു ഇൻസുലിൻ സപ്ലിമെൻറ്റ് കൊടുത്തേ പറ്റും. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ഇൻസുലിൻ പാൻക്രിയാസ് ആവശ്യത്തിലുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം, ചില സമയങ്ങളിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരിക്കാം. ഇനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഇൻസുലിൻ ശരീരത്തിൻ്റെ സെല്ലുകൾക്ക് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നു. അതിനെ നമ്മൾ സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അങ്ങനെ വരുന്നു. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ അത് പലപ്പോഴും നമ്മുടെ ജീവിതജന്യ രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് വേണ്ടി ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ബാക്കിയുള്ള പലത്തിലും പല ക്രമങ്ങൾ ഒരു വ്യത്യാസം വരുത്തി കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രണ വിധേയമാക്കാം. ഒപ്പം ചില മരുന്നുകളുടെ സഹായം കൂടി വേണ്ടി വന്നേക്കാം. ജസ്റ്റേഷണൽ ഡയബറ്റീസ് സാധാരണ നമ്മൾ ഒരു ഗർഭകാലാവസ്ഥയിൽ കണ്ടുവരുന്നു. അത് ആ ഒരവസ്ഥ പിന്നിടുമ്പോൾ ചിലപ്പോൾ താനെ മാറുന്നതായി കാണുന്നു. എന്നാൽ അവനവൻ്റെ പ്രമേഹത്തിന് ഇൻസുലിൻ വേണ്ടി വരുന്നോ ഇല്ലേ അല്ലെങ്കിൽ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിവുള്ള തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് C-പെപ്റ്റൈഡ് ടെസ്റ്റ്. ഇപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേളയിൽ അതിനോടൊപ്പം ആ പ്രക്രിയ നടന്നു വരുന്ന സമയത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റൊരു അമിനോ ആസിഡാണ് ആണ് നമ്മളെ ഈ C-പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസുലിനും C-പെപ്റ്റൈഡും ഏകദേശം ഒരേ അളവിൽ രക്തത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സാധാരണഗതിയിൽ ഈ C-പെപ്റ്റൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് 2 പ്രമേഹമാണെന്നും C-പെപ്റ്റൈഡിൻ്റെ അളവ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്നും, അങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ അതിന് തീർച്ചയായും ഇൻസുലിൻ കൊടുക്കേണ്ടി വരുമെന്നുള്ള രീതിക്ക് നമുക്ക് അനുമാനിക്കാം. സാധാരണഗതിയിൽ 0.2 തൊട്ട് 2 നാനോഗ്രാം പെർ മില്ലി ലിറ്ററാണ് ഈ ഷുഗർ ഇതിൻ്റെ നോർമലാണ്. ചില ലാബുകളുടെ വ്യത്യാസങ്ങൾ വെച്ച് ചില്ലറ വ്യതിയാനങ്ങൾ ഒരു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കാം. അപ്പോൾ
ഈ പറയുന്ന സി പെപ്റ്റൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസുലിൻ ആവശ്യമാണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ബ്ലഡ് ഇൻസുലിൻ ലെവൽ നോക്കുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അതിലുപരിയായി ഇനി ഒരു പക്ഷേ ഒരു ടൈപ്പ് 2 പ്രമേഹ രോഗി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗിയാണ് എങ്കിൽ ഈ ചില സമയങ്ങളിൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരവസ്ഥയുടെ ഷുഗറിൻ്റെ അളവ് വളരെ ക്രമാതീതമായി താഴ്ന്നു പോകുന്ന അവസ്ഥ. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഇൻസുലിൻ്റെ അളവ് അത് കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഇൻസുലിൻ കൊടുക്കണോ, ഇൻസുലിൻ കൂട്ടണോ, കുറയ്ക്കണോ എന്നെല്ലാം നമ്മളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടെസ്റ്റാണ് സി പെപ്റ്റൈഡ്. അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.